2026 പിറന്ന ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ കോഴിക്കോട് നഗരത്തിൽ ലഹരി കേസുകളുടെ എണ്ണം 10 ആണ്. കഴിഞ്ഞ വർഷം പിടികൂടിയ കണക്കും ലഹരിയുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റു കുറ്റകൃത്യങ്ങളും ഏറെ ഞെട്ടിപ്പിക്കുന്നതുമാണ്. ഈ ചെറിയ കാലയളവിൽ കോഴിക്കോട് നഗരത്തിൽ മാത്രം പിടികൂടിയത് 1 കിലോ MDMA. പിടിയിലായത് 11 പ്രതികൾ. കോഴിക്കോട്ടെ ലഹരി വിപത്തിനെ വിശദമായി പരിശോധിക്കുകയാണ് ക്രൈം ഫയൽ. ന്യൂജൻ ലഹരി ഉൽപ്പന്നങ്ങൾ ഇന്ന് സുലഭമായി ആവശ്യക്കാർക്ക് ലഭിക്കുന്നുണ്ട്. വളരെ പ്രൊഫഷണലായി ലഹരി വിൽപ്പന നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ലഹരി വിൽപ്പനക്കായി പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏജന്റുമാർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തെന്ന വാർത്ത കോഴിക്കോട് നിന്ന് കേട്ടത് ദിവസങ്ങൾക്ക് മുൻപാണ്. ഇത് 1-2 കേസുകളിൽ ഒതുങ്ങുന്നതല്ല. പരാതി കൊടുത്തതും കൊടുക്കാത്തതുമായി അനേകം കേസുകൾ വേറെയുമുണ്ട്. എന്നാൽ ഇത്തരം കുറ്റകൃത്യങ്ങളുടെയൊക്കെ പിന്നിൽ ലഹരിയുടെ ആസക്തി എന്ന മഹാവിപത്തുണ്ടെന്നതാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യം. ലഹരി എത്രത്തോളം കോഴിക്കോട് നഗരത്തെ വിഴുങ്ങുന്നുവെന്ന് ചില കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. 2025 കോഴിക്കോട് നഗരപരിധിയിൽ 1869 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 2094 പേരെ പോലീസ് പിടികൂടി. വാണിജ്യ അളവിൽ പിടികൂടിയ കേസുകളുടെ എണ്ണം 49 ആണ്. ചെറിയ അളവിൽ കൈവശം വെച്ച കേസുകൾ 27 ലഹരി ഉപയോഗിച്ച കേസുകളുടെ എണ്ണം 1528 അതായത് വിൽപ്പനയും ലഹരി ഉപയോഗവും തകൃതിയായി കോഴിക്കോട് നഗരത്തിൽ നടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2025 വർഷമായപ്പോഴത്തേക്കും ആ ഒരു വർഷത്തിൽ നമ്മൾ ഒരുപാട് കേസുകൾ ഡിറ്റക്ട് ചെയ്തു. അത് ക്വാണ്ടിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 135 കിലോളം കഞ്ചാവ്, അതുപോലെ 13 കിലോളം MDMA, ഈ പറയുന്ന രീതിയിലുള്ള ഡിറ്റക്ഷൻ അതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ LSD സ്റ്റാമ്പാണെങ്കിൽ ഏകദേശം 201 LSD സ്റ്റാമ്പുകൾ ഡിറ്റക്ട് ചെയ്തു, 1 കിലോളം ഹാഷിഷ് ഓയിൽ. അപ്പോൾ അത്രയും കേസുകൾ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കേസുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അതാണ് എണ്ണത്തെക്കുറിച്ച് പറയാം. നാർക്കോട്ടിക് പെഡലേഴ്സിനെ അവരെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കുന്ന രീതിയിലുള്ള നിയമമുണ്ട്, പിറ്റൻ DPS എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 60-ന് മുകളിൽ പ്രപ്പോസൽസ് നമ്മൾ അയച്ചു. അതിൽ ഒരുപാട് പേര് കരുതൽ തടങ്കലിൽ പോയി. പിന്നെ അതുപോലെ അവരുടെ സ്വത്തുകൾ കണ്ടുകിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിലുള്ള NDPS നിയമത്തിലെ 68F എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരമുള്ള ഫ്രീസിങ് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു വ്യക്തിയുടെ 4.5 സെൻറ്റോളം സ്ഥലം ഫ്രീസായി. അതുപോലെ തന്നെ ഒരുപാട് ബാങ്ക് അക്കൗണ്ടുകൾ, വാഹനങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പുതുവർഷം പിറന്നിട്ട് 16 ദിവസങ്ങൾ മാത്രമാണ് പിന്നിട്ടത്. ഇതുവരെ 8 ലഹരി കേസുകൾ, 11 അറസ്റ്റ്. പിടിച്ചെടുത്തവയിൽ 917 ഗ്രാം MDMA. കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്നവരിൽ വിദേശികളുമുണ്ട്. കഴിഞ്ഞ വർഷമാണ് കുന്ദമംഗലം പോലീസ് നൈജീരിയൻ സ്വദേശിയെ അവരുടെ താവളത്തിൽ പോയി പിടികൂടിയത്. ഈ സംഘത്തിൽ താൻസാനിയയിൽ നിന്നുള്ള പ്രതികളും ഉണ്ടായിരുന്നു. MDMA അടക്കമുള്ള ലഹരികൾ കുക്ക് ചെയ്ത് കേരളത്തിലേക്ക് ഏജന്റുമാർ വഴി എത്തിക്കലായിരുന്നു ഇവരുടെ ദൗത്യം. റീസെൻ്റ് ആയിട്ടൊരു കേസിനകത്ത് വാട്ടർ ഹീറ്ററിനകത്ത് ഒളിപ്പിച്ച് വെച്ച് കൊണ്ടുവന്നതൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഏത് തരത്തിൽ, അതുപോലെ നമ്മുടെ ഡാൻസ് ഓഫ് ടീം അവർ ഈ പറയുന്ന MDMA ഫ്ലഷ് ചെയ്ത് സെപ്റ്റിക് ടാങ്കിലേക്ക് വേണ്ട അത് തുറന്നിട്ട് നമ്മുടെ ടീം എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഏത് രീതിയിൽ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കോഴിക്കോട് സിറ്റിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിൽ ഒരുപാട് ഡിറ്റക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ പൊതുജനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതുകൊണ്ട് ഒരുപാട് ഇൻഫർമേഷൻസ് യോദ്ധാവിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയും നാർക്കോട്ടിക് സെല്ലിലേക്കൊക്കെ ഇൻഫർമേഷൻസ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഡിറ്റക്ഷനിലേക്ക് എത്തുന്നത്. നൈജീരിയൻ സ്വദേശികളെയും അതുപോലെ തന്നെ ടാൻസാനിയൻ സ്വദേശികളെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് കേസുകളുള്ളതുണ്ടായിരുന്നു. ആ രീതിയിൽ സോഴ്സുകളിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുള്ള വിപുലമായിട്ടുള്ള അന്വേഷണവും നമ്മുടെ ടീമിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. കർണാടക
കർണാടക, ഹരിയാന, ബാംഗ്ലൂർ നഗരം എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതലായും ലഹരി ഉൽപ്പന്നങ്ങൾ എത്തുന്നത്. ഏജന്റുമാർക്ക് 2500 മുതൽ ലക്ഷങ്ങൾ വരെ ഇതിന്റെ ഭാഗമായി ലഭിക്കുന്നുണ്ട്. കേരള പോലീസിന്റെയും എക്സൈസിന്റെയും മിടുക്കാണ് ഇത്രയും കേസുകൾ പിടികൂടാൻ സാധിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കണക്കുകൾ മാത്രമല്ല, ലഹരിയുടെ ആസക്തിയിൽ നടന്ന അക്രമ സംഭവങ്ങളും അനവധിയാണ്. അത്തരം അക്രമ സംഭവങ്ങളെക്കുറിച്ച് ക്രൈം ഫയൽ നാളെ പറയും. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.